ചേട്ടത്തി സ്വന്തം കണ്ടോണ്ട് കണ്ടോ? ഒരു കസേര ആളില്ലാതെ തനിയെ നീങ്ങിപ്പോയി. ഇത് സത്യാണോ? സത്യം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതെന്ത് ഏർപ്പാട്? അതാ എനിക്ക് മനസ്സിലാവാത്തെ. കാറ്റടിച്ച് വീണതല്ല. ഈ പ്രഷർ കുക്കറിന്റെ സൗണ്ട് എവിടുന്ന് കേട്ടതാ? കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടില്ല. എനിക്കൊരു സംശയം. എന്ത് സംശയം? ഒരു പാൽക്കാരൻ പയ്യന്റെ ആത്മാവ് ഇവിടെ ചുറ്റിക്കറങ്ങുന്നതായിട്ട് ഞാൻ കേട്ടായിരുന്നു. അല്ല, അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? എന്റെ ത്രേസിയടത്തി, പാൽക്കാരന്റെ ഗോസ്റ്റ് ഒന്നും ഇവിടെ ഇല്ല. അത് ഇവിടെയുള്ളവരെ പേടിപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാക്കിയ കഥയാ. ഏതോ ഒരു അജ്ഞാത ശക്തി ഇതിനകത്തുണ്ട്. ഇക്കാര്യം പറഞ്ഞു നടന്നതിനാ മന്ദാകിനി ഇവിടുന്ന് പുറത്തു പോയത്. ചേട്ടത്തി ആവശ്യമില്ലാത്ത സംസാരം ഉണ്ടാക്കല്ലേ. അല്ല, നടന്നെന്താന്ന് എനിക്കറിയണ്ടേ? ആ കസേര എങ്ങനെ തനിയെ നീങ്ങിയത്? പ്രഷർ കുക്കറിന്റെ ശബ്ദം എങ്ങനെ ഉണ്ടായി? അത് നിങ്ങൾ പറ. അതെങ്ങനെ ഉണ്ടായെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. അതെന്തോ മാജിക്കാ ചേട്ടത്തി. മാജിക്കോ? അതെ, 5 സുന്ദരികളിൽ ഒരുത്തിക്ക് മാജിക് അറിയാം. അവള് മജീഷ്യനാ. ചേട്ടത്തി അവളെ വഴക്ക് പറഞ്ഞു വിട്ടില്ലേ? അതിനവള് പ്രതികാരം ചെയ്യുന്നതായിരിക്കും. ആണോ? അത് ശരിയാ. ചേട്ടത്തെ പേടിപ്പിക്കുന്ന അവര് പറയുന്നതേ ഞാൻ കേട്ടു. ഒരു തമാശയായിട്ടാ ഞാൻ കരുതിയത്. അവര് ചേട്ടത്തെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അത് ശരി. അപ്പൊ മാജിക് കാണിച്ച് പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കിയതാണോ? ചേട്ടത്തി ഇതുകൊണ്ടൊന്നും പേടിക്കരുത്. 5 സുന്ദരികളെ അടിച്ചൊതുക്കണം. അല്ലെങ്കിലേ അവര് ഇനി ഇതുപോലുള്ള പണികൾ ഒപ്പിക്കും. ചേട്ടത്തി പേടിക്കും. ഓ, അങ്ങനെയാണോ? ആണ്. ചേട്ടത്തി വിട്ടുകൊടുക്കരുത്. ഈ മാജിക്കും മന്ത്രവാദവും കാണിച്ചിട്ടേ ഈ ത്രേസ്യാമ്മയെ പേടിപ്പിച്ച് ഓടിപ്പിക്കാമെന്നേ 5 സുന്ദരികൾ കരുതിയിട്ടുണ്ടെങ്കിൽ അവളുമാർക്ക് തെറ്റി. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് ഞാൻ അവളുമാർക്ക് കാണിച്ചു കൊടുക്കാം. ഈ ത്രേസ്യയോട് അവളുമാരുടെ കളി. മന്ദാകിനിയെ പേടിപ്പിച്ച് വട്ടാക്കി ഇവിടെ നിന്ന് ഓടിച്ചതേ അവളുമാരാ. ചേട്ടത്തിക്ക് അഗതി വരരുത്. ഇല്ല, അവളുമാർക്ക് ഈ ത്രേസ്യ ശരിക്കും അറിയില്ല. 5 എണ്ണത്തിനെയും ഞാൻ ഒന്നൊന്നായി ശരിപ്പെടുത്തും. അവരെ ഒന്നൊന്നായി അടിച്ചൊതുക്കാനുള്ള പണിയൊക്കെ ഞങ്ങൾ ചേട്ടത്തിക്ക് പറഞ്ഞുതരാം. ചേട്ടത്തി ഞങ്ങളുടെ കൂടെ നിന്ന് തന്നാ മതി. നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് രുദ്ര സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ അനിയനെ കൊന്നവൻ ഇതിനകത്ത് ഒളിച്ചു കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെ പറയുന്നത് ശരിയാണോ മോളെ? ഞങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു സംശയമുണ്ട്. പക്ഷെ അവരുടെ റൂമിൽ കയറാൻ പറ്റുന്നില്ല. 5 സുന്ദരികളുടെ റൂമിലാണോ അവന്റെ താമസം? അവളുമാരുടെ റൂമിൽ അവനുണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കണ്ടേ? അവൻ ആ റൂമിൽ നിന്ന് പൊയ്ക്കാലല്ലേ വിശ്വസിപ്പിക്കാൻ പറ്റൂ. ചേട്ടത്തി, പാതിരാത്രിയിൽ എല്ലാവരും ഉറക്കമായി കഴിയുമ്പോഴാ അവളുമാരുടെ റൂമിൽ അവൻ കേറുന്നേ. നിങ്ങൾക്ക് ഉറപ്പാണോ? ഉറപ്പാ. എന്നാലേ അവനെ പൊക്കുന്ന കാര്യം ഞാൻ ഏറ്റു. രാത്രി 12 മണിയാവുമ്പോ ചേട്ടത്തി 5 സുന്ദരികളുടെ റൂമിൽ ഇടിച്ചു കയറണം. ആരവെന്ന പ്രതി അവിടെ സുഖമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ അവനെ കൈയോടെ പൊക്കി ഞങ്ങൾക്ക് തരണം. ബാക്കി കാര്യം ഞങ്ങളേറ്റു. ഇന്ന് രാത്രി 12 മണിയാവട്ടെ. ഈ ത്രേസ്യയുടെ വിശ്വരൂപം 5 സുന്ദരികൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ത്രേസ്യയുടെ കളി. ത്രേസ്യാമ്മ 5 സുന്ദരികളുടെ റൂമിൽ കയറി മേയും. ത്രേസ്യാമ്മ നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു ആയുധം. 5 സുന്ദരികളെ അടിച്ചൊതുക്കാൻ നമുക്ക് ഇതിലും നല്ലൊരു ആയുധം കിട്ടാനില്ലടി. ഇന്നിനി 5 സുന്ദരികളുടെ മുറിയില് എന്തെങ്കിലുമൊക്കെ നടക്കും. സാറിന്റെ അനിയനെ കൊന്നവനകത്തുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അവനെ ശരിപ്പെടുത്തും.